നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. മേക്കിങ്ങും സ്റ്റോറി ലൈനും ഒക്കെ ഉഗ്രം. ആന്റണി പെരുമാറിന്റെ മോൻ കാലയ്ക്ക് സൂപ്പറായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതെ അതെ. ഫസ്റ്റ് ഹാഫ് നൈസായിട്ടുണ്ട്, അടിപൊളിയാണ്. നല്ല ത്രില്ലർ മൂഡിലാണ് പോകുന്നത് തന്നെ. കൊള്ളാം, ഇതുവരെ അടിപൊളിയായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നോക്കട്ടെ എങ്ങനെയുണ്ടോ നോക്കാം. കാണിച്ചു, കുഴപ്പമില്ല, നല്ല. ഇനി അതിനു വേണ്ടിയാണ് ഞങ്ങൾ വെയിറ്റിംഗ് ഇരിക്കുന്നത്. ഇപ്പോൾ എടുത്തു പറഞ്ഞെങ്കിൽ ജൂഡ് ഡയറക്ഷൻ പക്കയായിട്ട് ഇതുവരെയായിട്ട് വന്നിട്ടുണ്ട്. നല്ല രീതിക്ക് ഒരു ത്രില്ലിംഗ് മൂഡിൽ തന്നെ ഇതുവരെ വന്നിട്ടുണ്ട്. ഇന്റർവെൽ വരെ എല്ലാം ഓക്കെയാണ്, എല്ലാവരുടെ അഭിനയം എല്ലാം പക്കയായിട്ട് വന്നിട്ടുണ്ട്. ഇന്റർവെൽ കഴിഞ്ഞ് എങ്ങനെയാണെന്ന് ഇപ്പോൾ കണ്ടിട്ട് നോക്കണം. ഇന്റർവെൽ പഞ്ചൊക്കെ കൊള്ളാം, നല്ല രീതിക്ക് തന്നെ ജൂഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് അഭിനയിക്കുന്നുണ്ട്, ഇച്ചിരി ഇതുണ്ട്. ആക്ഷനൊന്നും വന്നിട്ടില്ല. അപ്പോൾ സെക്കൻഡ് ഹാഫ് ആയിട്ട് നോക്കാം. കാലഘട്ടം വന്നിട്ടില്ല. സ്റ്റോറി കുഴപ്പമില്ല. വിസ്മയ മോഹൻലാലിനെ ചെറുതായിട്ട് കാണിക്കുന്നുള്ളൂ, എന്നാലും കൊള്ളാം. ഫസ്റ്റ് ഹാഫ് കൊള്ളാം, എൻഗേജിങ്, ലാഗില്ല, നല്ല മേക്കിംഗ്, കുഴപ്പമില്ല. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ വിസ്മയ എന്ന് പറയുന്നത് നമ്മളെ ഇന്റർവ്യൂല് കണ്ട് ഇതല്ല. മാർഷൽ ആർട്സ് കിടിലം. ക്ലൈമാക്സ് ഒക്കെ തോന്നിയത് ഒരു വരുത്തൻ, ഒരടുത്ത അനദർ ബ്ലോക്ക് ബസ്റ്റർ. ഇൻഡസ്ട്രി ഹിറ്റ് 2018 ശേഷം ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന വിസ്മയ മോഹൻലാൽ നായികയെത്തുന്ന ആദ്യ ചിത്രം. സമയമായി ത്രില്ലറാണ്, അടിപൊളിയാണ്. പിന്നെ ഒരു മോഹൻലാലിന്റെ ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സെക്കൻഡ് ഹാഫ് കൊള്ളാം, നല്ല പടം. വിസ്മയുടെ ഒരു സർപ്രൈസ്, വിസ്മയ അടിപൊളിയാണ്. വലിയ കുഴപ്പമില്ല, ആവറേജ്. പ്രതീക്ഷിച്ചൊരു പരിപാടി തുടക്കമായോണ്ട് ആശിഷ് ആന്റണി പെരുവന്റെ മോൻ കൊള്ളാം, പൊളി. ലാലേട്ടൻ ക്യാമിയൊക്കെ ഉണ്ട്, ലാസ്റ്റ് ഒരു കത്തിക്കൽ പരിപാടിയൊക്കെ പ്രതീക്ഷിച്ചു. നമ്മള് തുടരുമ്പോ കണ്ടിറങ്ങിയ പോലെ ആ ഒരു എഫക്ട് കിട്ടി. ക്ലൈമാക്സ് ആക്ഷൻ സൂപ്പർ, മാർഷൽ ആർട്സ് കിടിലം. സർപ്രൈസ് പരിപാടിയാണ് വെച്ചേക്കുന്നത്.